ഗൈസ് ഐ എസ് എല്ലിലെ ഷീൽഡ് വിന്നേഴ്സിനും കപ്പ് വിന്നേഴ്സിനും പണി കിട്ടുന്നു ബാൻ രൂപത്തിൽ എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത്. നമുക്കറിയാമല്ലോ, മോഹൻ ബഗാൻ സൂപ്പർ ജയൻറ്റ് അവർക്ക് ട്രാക്ടർ എഫ് സിക്കെതിരെ ACL 2 ഒരു മത്സരം കളിക്കണമായിരുന്നു. അതിന് ഇറാനിലേക്ക് അവർ ട്രാവൽ ചെയ്യുന്നില്ല. അതിൻ്റെ കാരണങ്ങൾ, അതായത് സെക്യൂരിറ്റി റീസൺസ് ഒക്കെയാണ് എന്നുള്ളത് ബന്ധപ്പെട്ട് നമ്മൾ സംസാരിച്ചതാണ് ചാനലിലൂടെ തന്നെ. അപ്പോൾ എന്താണെങ്കിലും ഒരു നടപടി AFCയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ളൊരു സാഹചര്യത്തെപ്പറ്റി നമ്മൾ സംസാരിച്ചിരുന്നു എന്നുള്ളതാണ്. എന്നാൽ പിന്നീട് ഇറാനിലെ കാര്യങ്ങളൊക്കെ കൂടുതൽ വഷളാകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. ഇപ്പം തബിരിസ് എന്ന് പറഞ്ഞിട്ടുള്ള പട്ടണത്തിൽ നിന്ന് മിസൈലുകൾ ലോഞ്ച് ചെയ്യുന്ന രൂപത്തിലുള്ള വാർത്തകളൊക്കെ നമ്മൾ പല മാധ്യമങ്ങളും വഴിയൊക്കെ കണ്ടതാണ്. അപ്പം ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ മോഹൻ ബഗാനെതിരെ എന്ത് നടപടിയായിരിക്കും AFCക്ക് എടുക്കാൻ പോവുക, ഇനി ഈ ഒരു മാച്ചിൽ മാത്രമായിരിക്കുമോ പ്രശ്നങ്ങൾ നേരിടുക എന്നൊക്കെയുള്ള സാഹചര്യത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ AFCയുടെ ഭാഗത്തു നിന്നൊരു ഒഫീഷ്യൽ കൺഫർമേഷൻ വരുന്നു എന്നുള്ളതാണ്. മറ്റൊന്നുമല്ല, മോഹൻ ബഗാൻ്റെ ഈ ACL 2 ഇനിയുള്ള മത്സരങ്ങളൊന്നും തന്നെ അവർക്ക് കളിക്കാൻ പറ്റില്ല, ഒരു ബാൻ അവർക്ക് നേരിടുമെന്നുള്ളതാണ്. മാത്രമല്ല, അവരിപ്പോൾ ഒരു മാച്ച് തജിക് ക്ലബ്ബായിട്ടുള്ള റഷ്വാൻ എന്ന് പറഞ്ഞൊരു ക്ലബിനെതിരെ കളിച്ചിരുന്നു. ആ ഒരു മത്സരത്തിലെ പോയിന്റും ഒക്കെ റദ്ദാക്കുന്നു. കാരണം ഓരോ പോയിന്റ് വീതം ലഭിച്ചതാണ് മോഹൻ ബഗാൻ ഈ ഒരു തജിക് ക്ലബിന്. അപ്പം ആ ഒരു മത്സരം തന്നെ എലിമിനേറ്റ് ചെയ്യുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇനിയിപ്പം ആ ഗ്രൂപ്പിൽ 3 ക്ലബ്ബുകളാണല്ലോ ഉള്ളത്. അപ്പം ആ 3 ക്ലബ്ബുകൾ തമ്മിലുള്ള പോരാട്ടങ്ങൾ ആ പോയിന്റിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും എങ്ങനെ അടുത്ത ടീം അടുത്ത റൗണ്ടിലേക്ക് പ്രോഗ്രസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ വരിക എന്നുള്ളതാണ്. സോ ദാറ്റ് മീൻസ് മോഹൻ ബഗാൻ്റെ AFC സ്വപ്നങ്ങളൊക്കെ ഇവിടെ ഈ ഒരു രൂപത്തിൽ അവസാനിക്കുന്നു എന്നുള്ളതാണ്. ഗൈസ്, ഞാൻ ഫാൻഗോഡിൽ ഈ ACL 2 വേണ്ടി മോഹൻ ബഗാൻ്റെ മാച്ചസൊക്കെ കാണാനായിട്ട് എല്ലാ മാച്ചസും കാണാൻ വേണ്ടിയിട്ടുള്ളൊരു സബ്സ്ക്രിപ്ഷനൊക്കെ എടുത്തിരുന്നു. സോ അത് വേസ്റ്റായി പോകുന്നു എന്നുള്ളതാണ്. ആ മാച്ചസ് മാത്രമേ അത് വെച്ച് കാണാൻ കഴിയുള്ളായിരുന്നു എന്നുള്ളതാണ്. സോ ഇതൊരു ഫെയർ ഡിസിഷൻ ആണോ എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ബോക്സിൽ എഴുതുക. കാരണം അവിടുത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. എന്താണെങ്കിലും ഇനി മുംബൈ സിറ്റി FC കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു നാഷണൽ ബാനാണ് വരുന്നത്. അത് രജിസ്ട്രേഷൻ ഓഫ് പ്ലേയേഴ്സുമായി ബന്ധപ്പെട്ടതാണ്. ഫിഫ ഡിസിപ്ലിനറി കമ്മിറ്റിയുടെ ഹെഡ് വഴിയൊക്കെയാണ് ഈ ഒരു ബാൻ അവർക്ക് കിട്ടുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ ഒരു കാരണം സോൾട്ടറി പേയ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഏത് പ്ലെയറുമായി ബന്ധപ്പെട്ടതെന്നുള്ളത് ഈ ഒഫീഷ്യൽ ലെറ്റർ ഹെഡിലൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ഷേ അറിയാൻ സാധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാസർ അൽ ഖയാത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു താരം ഉണ്ടായിരുന്നല്ലോ ലാസ്റ്റ് സീസൺ മുംബൈ സിറ്റി FC കളിച്ചത്. അപ്പം ഈ ഒരു താരം ജനുവരിയിലാണ് ക്ലബ്ബ് വിട്ടു പോകുന്നൊരു സാഹചര്യം ഉണ്ടായത് കോൺട്രാക്റ്റിലിരിക്കുക. അപ്പം അത് കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സോൾട്ടറി പേയ്മെൻറ്റിൻ്റെ ഒരു വിഷയമാണ് എന്നുള്ളതാണ് പറയുന്നത്. ഐ തിങ്ക് ഇതൊരു വലിയ കാര്യമായിട്ടുള്ള രൂപത്തിലേക്ക് മാറാനുള്ള സാധ്യതയില്ല. ചിലപ്പം ഈ പറഞ്ഞ പേയ്മെൻ്റ് അതൊക്കെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ബാനൊക്കെ ലിഫ്റ്റ് ചെയ്യാനുള്ള സാഹചര്യത്തിലേക്ക് പോകുമെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. സോ ദാറ്റ്സ് ഇറ്റ് ഗേസ്. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് ചേട്ടൻ കമ്പോസ് ചെയ്യാൻ പറ്റുമോ? സനിയ.